നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോനെതിരായ പരാതികൾ കേട്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് അദ്ദേഹത്തിന്റെ ചില സിനിമകളാണ്. എന്നാൽ ആരോപണം ഒരു പൈങ്കിളി കഥയല്ല എന്നാണ് ആലുവ സ്വദേശിനിയായ നടി പറയുന്നത്. പ്രശ്നം ഗുരുതരമാണ്. ബാലചന്ദ്ര മേനോൻ 2007 സിനിമാ സെറ്റിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി നടി പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകി. മുകേഷ് അടക്കം 7 പേർക്കെതിരെ മുൻപ് പരാതി നൽകിയ നടിയാണ് ബാലചന്ദ്ര മേനോനെതിരെയും രംഗത്തെത്തിയിരിക്കുന്നത്. ജനുവരിയിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി. ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ഷൂട്ടിംഗിനിടെയാണ് സംഭവമുണ്ടായതെന്നാണ് പരാതിയിൽ പറയുന്നത്. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ഗ്രൂപ്പ് സെക്സിന് നിർബന്ധിച്ചുവെന്നും ഹോട്ടൽ മുറിയിൽ കയറി വന്ന് ലൈംഗികാതിക്രമം നടത്തിയെന്നും പരാതിക്കാരി ആരോപിക്കുന്നു. പരാതിപ്പെട്ടാൽ ചിത്രീകരിച്ച സിനിമാ രംഗങ്ങൾ ഒഴിവാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഭയന്നാണ് ഇതുവരെ പരാതി നൽകാൻ തയ്യാറാകാതിരുന്നതെന്നും പരാതിക്കാരി പറയുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെയാണ് പരാതി നൽകിയത്. ദുബായിൽ ജോലി ചെയ്തു വന്നിരുന്ന തന്നെ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് കേരളത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ഹോട്ടലിലാണ് തങ്ങിയത്. തുടർന്ന് കഥ പറയാൻ തന്നെ മുറിയിലേക്ക് വിളിപ്പിച്ചു. മുറിയിലെത്തുമ്പോൾ ഒരു പെൺകുട്ടിയെ വിവസ്ത്രയാക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. അടുത്ത ദിവസം രാത്രി ബാലചന്ദ്ര മേനോൻ വീണ്ടും മുറിയിലേക്ക് വിളിപ്പിച്ചു. ചെല്ലുമ്പോൾ 3 സ്ത്രീകളും മറ്റു പുരുഷന്മാരും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ലൈംഗിക അതിക്രമത്തിന് ശ്രമമുണ്ടായി. പിറ്റേന്ന് മുറിയിലെത്തിയ ബാലചന്ദ്ര മേനോൻ തന്നെ കടന്നുപിടിക്കാൻ ശ്രമിച്ചെന്നും പരാതിയിൽ പറയുന്നു. ഇതേ സിനിമയുടെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് ജയസൂര്യക്കെതിരെയും ഇവർ പരാതി നൽകിയിരുന്നു. നേരത്തെ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്നാരോപിച്ച് ആലുവ സ്വദേശിനിയായ നടിക്കും അഭിഭാഷകനുമെതിരെ ബാലചന്ദ്ര മേനോൻ ഡിജിപിക്ക് പരാതി നൽകിയിരുന്നു. 3 ലൈംഗിക ആരോപണങ്ങൾ ഉടൻ വരുമെന്നായിരുന്നു ഫോണിലൂടെയുള്ള ഭീഷണി. അടുത്ത ദിവസം നടി സമൂഹമാധ്യമങ്ങളിൽ ഇക്കാര്യം സൂചിപ്പിച്ച് പോസ്റ്റിട്ടതായും പരാതിയിൽ പറയുന്നു. ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ ഇവരുടെ അഭിമുഖം പോസ്റ്റ് ചെയ്ത യൂട്യൂബർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. IT ആക്ട് പ്രകാരമാണ് യൂട്യൂബർമാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി.